കോട്ടയത്ത് NSS ബാലസമാജം വിദ്യാർത്ഥികളെ തടഞ്ഞ് SFI തിട്ടൂരം. പള്ളിക്കത്തോട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ കുട്ടികളെയാണ് തടഞ്ഞത്. ഏകദിന ക്ലാസിന് മുൻകൂർ അനുമതിയോടെയാണ് പാമ്പാടി 215 നമ്പർ NSS കരയോഗത്തിലെ കുട്ടികൾ എത്തിയത്. സമുദായ സംഘടനയുടെ പേരിൽ പ്രവേശനം അനുവദിക്കില്ലെന്നായിരുന്നു SFIയുടെ തിട്ടൂരമുണ്ടായത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാമ്പാടി കരയോഗം അറിയിച്ചു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാമ്പാടി 215 നമ്പർ NSS കരയോഗത്തിന്റെ ബാലസമാജത്തിലെ കുട്ടികളാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് ഏകദിന വിസിറ്റിനു വേണ്ടി അവിടേക്ക് എത്തിയത്. ക്യാമ്പസ് വിസിറ്റും പഠന ക്യാമ്പും അവിടെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുനിന്നുള്ളവർക്ക് അനുവദിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്ക് പരിചിതമാക്കുന്നതിന് വേണ്ടിയാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുൻകൂർ അനുമതിയോടുകൂടി പണമടച്ചാണ് 35 കുട്ടികളും 5 കരയോഗം ഭാരവാഹികളും ഇന്ന് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളാണ്, കൊച്ചുകുട്ടികളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം കരയോഗത്തിൻ്റെ നേതൃനിരയിലുള്ള ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ എത്തിയ വിദ്യാർത്ഥികളെയും ഈ കരയോഗം അംഗങ്ങളെയുമാണ് അവിടെ വിലക്ക് ഏർപ്പെടുത്തി അവിടെ നിന്നും തിരികെ പറഞ്ഞു വിട്ടത്. ഒരു സംഘം ആളുകൾ, അത് SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ അവിടേക്ക് എത്തി. ഈ ഏകദിന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അവിടുത്തെ ഡയറക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. തിരികെ മടങ്ങണം എന്ന് ഇവരോട് കുട്ടികളടക്കമുള്ളവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അവർ പറയുന്ന കാരണം, സമുദായ സംഘടനകളുടെ പേരിൽ ഇവിടെ പ്രവേശനം അനുവദിക്കുകയില്ല, സമുദായത്തിൻ്റെ അടയാളത്തിൻ്റെ പേരിലല്ല, വിദ്യാർത്ഥികളെ കടന്നു വരൂ എന്നുള്ള ഒരു കാർഡ് എല്ലാ കുട്ടികൾക്കും നൽകിക്കൊണ്ട്, ഈ 35 കുട്ടികൾക്കും ഈ ഒരു കടലാസ് അവരുടെ കൈകളിലേക്ക് നൽകിക്കൊണ്ട്, സമുദായത്തിൻ്റെ പേരിൻ്റെ അടയാളത്തിലല്ല, വിദ്യാർത്ഥികളെ കടന്നു വരൂ എന്നുള്ള ഈ ഒരു കടലാസ് ഈ കുഞ്ഞുകുട്ടികളടക്കമുള്ളവരുടെ കൈകളിലേക്ക് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പോൾ 215 നമ്പർ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം, സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ടാണ് അവിടെ പോയത്. ഞങ്ങൾക്ക് പെർമിഷൻ നേരത്തെ കിട്ടിയിരുന്നു. 35 കുട്ടികൾ പെർമിഷൻ എടുത്തിരുന്നതാണ്. അപ്പം അവിടെ 10 മണിക്ക് ചെന്ന് ഞങ്ങൾ പ്രവേശനം നേടി അകത്ത് കയറി. ആദ്യത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ്സിന് കുഴപ്പമില്ല. അതിനുശേഷം രണ്ടാമത് ഡയറക്റ്റ് നേരിട്ട് എടുക്കുന്ന ക്ലാസ്, അത് 1.5 മണിക്കൂറുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിലേക്ക് ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ച് കുട്ടികൾ പുറത്തു വന്നു. എല്ലാവരും കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ്. ഇവർ വന്ന് പുറത്തുനിന്നുള്ള ആൾക്ക് ഒരു ജാതി സംഘടനയുടെ പേരിലോ അല്ല മതസംഘടനയുടെ പേരിലോ ഇവിടെ പെർമിഷൻ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുകയായിരുന്നു ക്ലാസ്. അപ്പം അവർ പറഞ്ഞ് കുട്ടികളുടെ നോട്ടാ കഴിഞ്ഞ് വേണമെങ്കിൽ ഭാരവാഹികൾ മാത്രം പോട്ടെ ചെയ്ത് പറഞ്ഞപ്പോൾ പോവുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ച് പോകണം, ഞങ്ങൾ ഇറങ്ങിപ്പോരുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാൻ വെച്ചില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുറത്തുനിന്നുള്ള ക്ലബ്ബുകൾക്ക്, സംഘടനകൾക്കൊക്കെ ഇത്തരത്തിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള അവസരമുള്ളതാണ് മുൻകൂട്ടി അനുവദിച്ച്. ബാലസമാജം എന്ന് പറയുന്നത് പൊതുവിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടികളുടെ സംഘടനയാണ്. അതിനെന്തിനാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഒരു സമുദായ സംഘടനയുടെ കീഴിലുള്ള ഒരു ക്ലബ്ബിന് അങ്ങനെ വരാൻ പാടില്ല. സമുദായ സംഘടനയിൽപ്പെട്ടവർ അങ്ങനെ വരാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലബ്ബിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരിലോ വന്ന കുഴപ്പമില്ല. സമുദായ സംഘടനയുടെ ലേബലിൽ ഇവിടെ വരേണ്ടതില്ല. സമുദായം ആയതുകൊണ്ട് മാത്രം പുറത്ത് പോകണം. തീർച്ചയായും അങ്ങനെ അവർ പറഞ്ഞത്. 35 കുട്ടികളും ഉടൻ തന്നെ പുറത്തേക്ക് പുറത്തുപോയി. ഡയറക്ടർ ഇടപെടൽ നടത്തിയൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വം എന്ത് തരത്തിലുള്ള ഇടപെടൽ ആ സമയത്ത് നടത്തി? തീർച്ചയായിട്ടും അവർ നമുക്ക് അനുകൂലമായിട്ടില്ല സംസാരിച്ചത്. പക്ഷേ അവർ നിസ്സഹായരായിരുന്നു. ആ കുട്ടികൾ അത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. വളരെ നമ്മളെ സപ്പോർട്ടായിരുന്നു അവർ. പക്ഷേ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർ നിസ്സഹായാവസ്ഥ നമ്മൾ പറയുകയും നമ്മളിങ്ങനെ പോരുകയും ചെയ്തു. കുട്ടികളെ, അതായത് ഈ പ്രതിഷേധിക്കാൻ വന്നവരെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിനും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾക്കും സാധിച്ചില്ലായിരുന്നു. ഇല്ല, സാധിച്ചില്ല. സംസാരിച്ചു, പക്ഷേ സാധിച്ചില്ല. അവർ വഴങ്ങിയില്ല. കാണുന്നതെല്ലാം കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഈ NSSന്റെ നേതൃത്വത്തിലുള്ള നിങ്ങളും കൂടെ പോയത്? തീർച്ചയായിട്ടും. എല്ലാം 15-16 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ കൊണ്ടുപോകാറില്ല. ഞങ്ങളുടെ മക്കളുണ്ട്, എൻ്റെ മക്കളുണ്ട് അത്. അപ്പോൾ അവരെ കൊണ്ടുപോയി നമ്മുടെ രക്ഷകർത്താക്കളാണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ രക്ഷകർത്താക്കൾ പുറത്ത് പോകണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെയാണ് പുറത്ത് പോകുന്നത്. രക്ഷകർത്താക്കളില്ലാതെ ഈ കുഞ്ഞു കുട്ടികളെ അവിടെ ഇരുത്താൻ? അതെ അതെ അതെ. എന്താണ് നിയമ നടപടികൾ ഉൾപ്പെടെയായിട്ട് മുന്നോട്ട് പോകാനാണോ? നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇങ്ങനെ ഒരു സമുദായ നേതൃത്വത്തിനോട് മാറി നിൽക്കാൻ പറയുക, അതിനകത്ത് ബന്ധപ്പെട്ട ഞങ്ങൾ ഈ കുട്ടികളുടെ അച്ഛന്മാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ക്ലാസ്സിൽ പറ്റത്തില്ല. ഈ കുഞ്ഞു കുട്ടികൾ ആദ്യമായിട്ടാണ് ഒരു സമരം മുഖത്ത് നിൽക്കുന്ന ഒരു പ്രതീതി അവർക്ക് ഉണ്ടാവുകയത്. ശരിക്കും അവർക്ക് മാനസികമായിട്ട് ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊരു വെളിയിൽ നിന്ന് കുറേ ആളുകൾ കയറി വരിക, നിങ്ങളെ ഇതിന് ക്ലാസ് അനുവദിക്കത്തില്ല, നിങ്ങളുടെ പേരൻസ് വെളിയിൽ പോകണം, കുട്ടികൾ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളെ വെളിയിൽ നിർത്തുകയും നിങ്ങൾ വണ്ടിയെ പോയിരുന്നു, വേണേൽ നിങ്ങൾ വന്ന വണ്ടിയെ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കുട്ടികളെ അവിടെ ഒറ്റയ്ക്കാക്കി, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലുള്ള ആളുകളുടെ അടുത്ത് ഒറ്റയ്ക്കാക്കി നമുക്ക് പോകാൻ. ആ ഡയറക്ടർ പക്ഷേ വളരെ മാന്യമായിട്ട് അവർ പെരുമാറി. ആ പുള്ളി അത് വെക്കാൻ വരെ സന്നദ്ധതയായി. കാരണം ആ പുള്ളി ഒരു നിസ്സഹായാവസ്ഥയിലാണ് നിന്നത്. അതുപോലെ അവരോട് ക്ഷമ ഞങ്ങളോട് ചോദിച്ചു. കാരണം നമുക്ക് മുൻകൂർ അനുമതി ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം രീതിയിലാണ് നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പുകളാണ്. മുൻകൂർ അനുമതി ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു തിക്ത അനുഭവം ഉണ്ടായത് വളരെ മോശമായ ഒരു രീതിയാണ്. ഈ കൊച്ചു കുട്ടികൾക്കൊരു
അത് മാനസികമായിട്ട് അവരെ വളരെ ബുദ്ധിമുട്ടുകയുണ്ടായി. NSS ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ എല്ലാം ഇന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടി ബാലസമാജം കുട്ടികൾ ഇന്ന് കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയും അവർക്ക് ഈ രീതിയിലുള്ള ഒരു തിക്ത അനുഭവം നേരിടേണ്ടിയും വന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് NSS കരയോഗം ഭാരവാഹികൾ അറിയിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.